മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഷിയാസ് കരീമുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസിന്റെ വാർത്തയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം എടുത്തു പറയാം. എത്ര വലിയ ശത്രുവാണെങ്കിലും, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലിറങ്ങി ജനപ്രതിനിധി ഒന്നും അല്ലാത്ത ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളും പരാതികളും കേസുകളൊന്നും നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ചാനലിലൂടെ ചർച്ച ചെയ്യാറില്ല. നമ്മൾ അത് കാത്തിരിക്കാറാണ്. എന്താണ് അതിന്റെ നിജസ്ഥിതി, എന്താണ് അതിന്റെ റിസൾട്ട് എന്നൊക്കെ നമ്മൾ കാത്തിരിക്കാറാണ് പതിവ്. എന്നാൽ ഈ ഷിയാസ് കരീമിന്റെ വിഷയത്തില് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ നാട് സുഡാപ്പിസം എത്രത്തോളം പിടിക്കപ്പെട്ടു കഴിഞ്ഞു, എത്രത്തോളം അപകടത്തിലാണ് നമ്മുടെ കേരളത്തിൽ സുഡാപ്പിസം വളരുന്നത് എന്ന് വ്യക്തമാക്കാനാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഷിയാസ് കരീമിനെതിരെ ഒരു യുവതി, ഒരു സ്ത്രീ രംഗത്തെത്തിയിട്ട് പരാതി പറയുന്നത് മാധ്യമങ്ങളിലൊക്കെ തന്നെ വാർത്ത വരുന്നു. മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുള്ളത് നഗ്ന ദൃശ്യം പോൺ സൈറ്റുകൾക്ക് നൽകുമെന്ന് ഭീഷണി, 65 ലക്ഷം തട്ടി ഷിയാസിനെതിരെ യുവതി. ഇതൊക്കെയാണ് മനോരമ, എല്ലാ മാധ്യമങ്ങളിലും ഈ ഒരു വാർത്ത വന്നു. ഈ വാർത്ത വന്നു, പിന്നീട് അത് വോയിസ് ഉൾപ്പെടെയൊക്കെ പുറത്തു വന്നു. ഈ സമയത്ത് ഈ ഷിയാസ് കരീമിന്റെ മതം നോക്കിയിട്ട് അത് തങ്ങളിൽപ്പെട്ടവനാണല്ലോ എന്ന് കരുതി സുഡാപ്പികള് സാടാ പടാ എന്ന് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഞാനിവിടെ ഒരു തെളിവെടുക്കാം. നിങ്ങൾ ഇതൊന്ന് കേട്ടോക്കൂ. ഇത് യഥാർത്ഥത്തിൽ ഒരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത്, ഈ ഷിയാസ് കരീം ബിഗ് ബോസ് താരമായിട്ടുള്ള അനുവിനോട് ബീഫ് കഴിക്കാൻ ആക്രോശിക്കുകയും അതേപോലെ തന്നെ നീ BJP ആണോ എന്ന് ചോദിച്ച വിഷയത്തിലും ഷിയാസ് കരീമിന് വേണ്ടി നമ്മുടെ കേരളത്തിൽ ആരൊക്കെ രംഗത്തെത്തിയിരുന്നോ അവരൊക്കെ തന്നെ ഒരേപോലെ ഈ കേസിലും മതം നോക്കിയിട്ട് ഷിയാസ് കരീമിന് വേണ്ടിയിട്ട് രംഗത്തെത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യക്തി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ. എത്ര വലിയ തടിയുണ്ടെങ്കിലും എത്ര വലിയ ജിം ബോഡി ആണെങ്കിലും ഓന്റെ മനസ്സ് തകർക്കാൻ പറ്റിയ ഒരു സാധനമാണ് എന്ത്, പെണ്ണ് കേസ്. അങ്ങനെ പല നാറികളും കൂടിയിട്ട് ഈ ഒരു ചെറുപ്പക്കാരനെ നാറ്റുവനും ഈ ഒരു ചെറുപ്പക്കാരനെ എത്രത്തോളം മോശാക്കാൻ പറ്റുമോ അത്രത്തോളം മോശാക്കുവനും ഇവനെ ഭീഷണിപ്പെടുത്തി ഇനി ഒരിക്കലും ഇനി തലയുയർത്തി നടക്കൂല എന്നുള്ള രീതിയിൽ ഓനിക്ക് പല മെസ്സേജും കോളുകളും പോയതാ. ഒരു ബീഫിന്റെ പ്രശ്നം പറഞ്ഞിട്ട് നോർത്ത് ഇന്ത്യയിൽ പല ആൾക്കാരെയും തല്ലിക്കൊല്ലി അത് ചെയ്തതാരാന്നുള്ളത് 100% എല്ലാവർക്കും അറിയാം. ഒരു നാൽക്കാലിക്കും വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ എത്രത്തോളം തകർക്കാൻ പറ്റുന്നു, ഇതിന്റെ പിന്നിൽ ഏതെല്ലാം നാറികളെ കൈകൾ ഉണ്ട് എന്നുള്ളത് കോടതിയിൽ ഷിയാസ് കരീം തെളിയിച്ചോളൂ. നിങ്ങൾ കേട്ടില്ലേ? അതായത് ഷിയാസ് കരീമിന്റെ മതവും നോക്കി ഞാൻ ഇവരൊക്കെ ഒരു 1-ാം നമ്പർ സുഡാപ്പിയാണ് ഈ പറയുന്നവര് എന്നൊക്കെ ബീഫ് വിഷയമുണ്ടായ സമയത്ത് തന്നെ ഇവരൊക്കെ ഷിയാസ് കരീമിനെ പിന്തുണച്ച് രംഗത്തെത്തിയ സമയത്ത് തന്നെ നമ്മൾ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞതാ. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഒരു സ്ത്രീ, ഏത് സ്ത്രീയാണെന്ന് പോലും, ആ സ്ത്രീയുടെ മതം ഏതാണെന്ന് പോലും ഓർമ്മയില്ല, അത്തരത്തിലുള്ള ഒരു സ്ത്രീ രംഗത്തെത്തിയിട്ട് ഒരു പരാതി പറഞ്ഞ് ആ സമയത്തും പറയാ ഓ ബീഫ്. എത്ര അപകടത്തിലൂടെയാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത്. ഈ ഷിയാസ് കരീമിനൊക്കെ ഈ വിഷയത്തില് എങ്ങനെയാണ് ഒരു മനുഷ്യന് പിന്തുണയ്ക്കാൻ സാധിക്കുക? അതുമായി ബന്ധപ്പെട്ട വോയിസുകളൊക്കെ പുറത്തിറങ്ങിയതല്ലേ. ആ വോയിസിലെ മറ്റു പല ഭാഗങ്ങളും കട്ട് ചെയ്തിട്ട് ഈ ഷിയാസ് കരീമൊക്കെ ഇടപാട് നടത്തുന്നത് പോലും എത്തരത്തിലാണ് എന്നുള്ളതിന്റെ ഒരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾ അതും ഒന്ന് കേട്ടു നോക്കൂ. അതെനിക്ക് തോന്നലാണ് നീ ആരുമില്ല, നീ ആരാന്ന് എനിക്കറിയാലോ. പിന്നെ നീ ചുമ്മാ കൊഞ്ചല്ല, മോന്തക്കിട്ട് അടിക്കൂട്ടോ. പിന്നെ നോമ്പോറെടുത്തണ്ടേ, പിന്നെ അവിടെ വർക്ക് എടുക്കുന്നുണ്ട്, പിന്നെ എക്യുപ്മെന്റ്സിന് അഡ്വാൻസ് കൊടുക്കണം. അങ്ങനെ കോയമ്പത്തൂരിലും പോകേണ്ടി വരും ചിലപ്പോൾ നോമ്പിന്. മാഷാ അല്ലാ, ദുആ ചെയ്യട്ടാ. മറ്റേത് കിട്ടാണെ അയക്കട്ടെ എനിക്ക്. ഈ ഒന്നിട്ട് പിന്നെ 10 തന്നായിട്ടാ, ഒരുമിച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ പണി പാടും. അക്കൗണ്ടിലും വേണ്ട, മറ്റൊന്ന് തന്ന കയ്യിൽ പണിക്കാശ് പടപടാന്ന് പണിയും ചെയ്ത് തീർക്കാലോ. പറയണ്ട, രാവിലെ തന്നെ 10-35. നിങ്ങൾ കേട്ടില്ലേ? ഞാനൊരു ചെറിയ ഭാഗം മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഈ പണമൊക്കെ പല രീതിയിലുമാണ് വാങ്ങുന്നത്, ബാങ്ക് അക്കൗണ്ട് മുഖേന പോലും അല്ല. അതായത് ടോട്ടലി ഇല്ലീഗൽ ആയിട്ടാണ് കാര്യങ്ങള്, ഇടപാടുകളൊക്കെ, പണമിടപാടുകളൊക്കെ തന്നെ നടത്തുന്നത്. നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ബീഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അനുവിനോട് ആക്രോശിച്ചു, അതിനുശേഷം BJP ആണോ എന്ന് ചോദിച്ചു. ആ വിഷയത്തിലൊക്കെ ശേഷം
മറുപടിയുമായിട്ട് ഷിയാസ് കരീം വീണ്ടും രംഗത്തെത്തിയിരുന്നു. ആ മറുപടിയിൽ പറയാണ്, അതങ്ങനെ ചെയ്തോട്ടെ, ഇങ്ങനെ ചെയ്തോട്ടെ, പന്നിയിറച്ചി അങ്ങനെയാണ് ഇങ്ങനെയാണ്, പക്ഷെ ഞാനത് കഴിക്കൂല, അതെന്റെ മതഗ്രന്ഥത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, അപ്പൊ ഞാൻ കഴിക്കൂല. അപ്പോ മറ്റു മതങ്ങളിൽ എന്തു പറഞ്ഞാൽ അതെനിക്കൊരു പ്രശ്നമില്ല, അത് ഞാൻ നിർബന്ധിക്കുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച് ഷിയാസ് കരീം രംഗത്തെത്തിയ സമയത്ത് തന്നെ നമ്മളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞതാ, ഷിയാസ് കരീമിന്റെ പണമിടപാടുകളെ കുറിച്ച് അന്വേഷിക്കണം, ഷിയാസ് കരീമിലേക്ക് ആരെങ്കിലും ഫണ്ട് ചെയ്യുന്നുണ്ടോ, ഇതുപോലെ മറ്റൊരു മതത്തെ എങ്ങനെയാണ് അപമാനിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്നത്, അത് പരസ്യമായിട്ട് എന്റെ അതിൽ ഇതില്ല, എന്നാൽ അത് ഞാൻ പറയുമെന്നൊക്കെ പറയണമെങ്കിൽ പിന്നിൽ ആളുകൾ ഉണ്ടാവും. ഇപ്പൊ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസൊക്കെയാണ് മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ശരിയാണോ അല്ലേ എന്നുള്ളതൊക്കെ തന്നെ കോടതികൾ തെളിയിക്കട്ടെ. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇവന്റെ മതം നോക്കിയിട്ട് മറ്റൊരു ഉദാഹരണം കൂടി ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഒരു നിയാസ് എന്ന് പറയുന്നിട്ടുള്ള ഒരു പ്രൊഫൈൽ വന്നിട്ടുള്ളതാണ്. സംഘികൾ ഷിയാസിക്കാക്ക് പണിയുമായി ഇറങ്ങിയിട്ടുണ്ടല്ലോ, സ്ഥിരം പരിപാടി തന്നെ, ഒരാളൊന്ന് ഉയർന്നാലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എതിരെ സംസാരിച്ചാലോ ഉടനെ പെണ്ണ് കേസ് ആയി വരിക, പ്രണയം നടിച്ചു 65 ലക്ഷം രൂപ തട്ടിയെന്നും നഗ്നതാ ദൃശ്യങ്ങൾ പുറത്തു വിടുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് കേസ്. ചിരിക്കുന്ന ഇമോജി. പ്രഡിക്റ്റബിൾ ആയിരുന്നു. കുറച്ച് ദിവസങ്ങളായി BJPക്കെതിരെയും ബീഫ് കഴിക്കുന്നതിനെ കുറിച്ചുമൊക്കെ വലിയ രീതിയിൽ സംസാരിച്ചിരുന്നു. ഇപ്പൊ പിന്നെ ഇമ്മാതിരി പണിയെടുത്ത് പൂട്ടുക, അത് തന്നെ അവരുടെ അജണ്ട. ഒരു സ്ത്രീ രംഗത്തെത്തിയിട്ട് പരാതി കൊടുത്ത വിഷയത്തിൽ പോലും തന്നെ മതത്തിൽ, തങ്ങളുടെ മതത്തിലുള്ളതാണല്ലോ എന്ന് പറഞ്ഞ് പ്രൊട്ടക്ട് ചെയ്യാൻ ഉളുപ്പില്ലാത്ത രീതിയിൽ നമ്മുടെ കേരളത്തിൽ സുഡാപ്പിസം വളർന്നു, സുഡാപ്പികൾ വളർന്നു. നിരന്തരം സുഡാപ്പികൾ എന്ത് നെറുകയാണ്. അതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ മതത്തിൽപ്പെട്ട ഒരുത്തൻ എന്ത് നെറുകേട് ചെയ്താലും അതിനെ പിന്തുണയ്ക്കാൻ എങ്ങനെയാണ് യഥാർത്ഥ വിശ്വാസികൾക്ക് സാധിക്കില്ല, പക്ഷെ സുഡാപ്പികൾക്ക് സാധിക്കും. അവരാണല്ലോ ഈ നാട് കുളമാക്കാൻ തെണ്ടി നടക്കുന്നത്. കുറെ ആളുകളുണ്ട്. ഒരു ബീഫ് വിഷയം, തന്റെ മതഗ്രന്ഥത്തെ വിഷയത്തെ ആരും പറയൂല, പക്ഷെ മറ്റേതെന്തോ ആയാൽ പ്രശ്നമല്ല, അപ്പോഴേക്ക് ചാടി വീട് സുഡാപ്പികൾ ഷിയാസ് കരീം ഇപ്പൊ എന്ത് പറയുന്നു. എന്നിട്ട് ഈ സമയത്തോ അത് സംഘികൾ ചെയ്ത ഉറപ്പില്ലേ. കൃത്യമായിട്ട് പ്രവാസി വ്യവസായി 60 വയസ്സ്, ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള വാർത്തയാ. അവർ കൃത്യമായിട്ട് അവരുടെ പണം തട്ടിയതുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ട് അവർ പരാതി കൊടുത്തു കഴിഞ്ഞു. ഒരു സംഖ്യയുമല്ല പരാതിയുമായിട്ടെത്തിയത്. ആരാണ് എത്തിയത് എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കണം. എന്നിട്ട് പോരെ സംഘികളുടെ പിന്നാലെ സുഡാപ്പികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇമ്മാതിരിയുള്ള മണുകുടാഞ്ചന്മാരല്ലാതെ നല്ല നിലവാരമുള്ള ഒരു ഒരുത്തരും നിങ്ങൾക്കൊപ്പല്ലേ. ഈ ജാതി ഓരോ മര ഊളകളെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പിന്താങ്ങി നടക്കാന്. ഈ പറയുന്ന ചാടി വീട് BJPക്കെതിരെ, സംഘികൾക്കെതിരെ ഇല്ലാത്തത് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് ഏതെങ്കിലും സുഡാപ്പികൾ ഇറങ്ങുമ്പോ സകല സുഡാപ്പികളും മനസ്സിലാക്കണം, ഇവരെന്തോ തട്ടിപ്പിന് മുതിരാനാണ്, സകല സുഡാപ്പികളെ പിന്തുണക്കാണ് ഈ കുരക്കല് എന്നൊക്കെ. എന്നാണ് ഈ സുഡാപ്പികൾക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഏതായാലും സുഡാപ്പികൾ ഒന്നിനൊന്നും മെച്ചാതാ. ഇത്തരത്തിലുള്ള ഓരോ കേസ് പുറത്തു വരുമ്പോഴും സകല മലയാളികളും തിരിച്ചറിയുന്നത്.